സാംസ്കാരിക ജീർണതയ്ക്കെതിരെ മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അഗ്നിശിഖ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കൊടിയുടെ നിറനോക്കി മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടം സാംസ്കാരിക നായകർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണകൂട യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വർഗീയ ചേരിതിരിവിന് കളമൊരുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും നവമാധ്യമങ്ങളെ അതിനുള്ള പ്രചരണവേദിയായി ദുരുപയോഗിക്കുകയുമാണ് ചെയ്തതെന്ന് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. മതചിഹ്നങ്ങളെയും മതാനുഷ്ഠാനങ്ങളെയും അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉപയോഗിച്ചതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ കേരളത്തിലെ ചില ഇടത് സാംസ്കാരിക നായകന്മാർ നടത്തിയ പ്രചരണത്തിനെതിരെ മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഗ്നിശിഖ എന്ന പേരിൽ സാംസ്കാരിക ജീർണതയ്ക്കെതിരെ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് എങ്ങനെ ഈ രാജ്യത്ത് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ സാധിക്കും? ആയിരക്കണക്കിന് ധീര ജവാന്മാർ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അങ്ങ് ഫ്രോണ്ടിയേഴ്സിൽ അതിർത്തികളിൽ കാത്തു നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ പണ്ട് ബ്രിട്ടീഷുകാരെന്താണോ ചെയ്തത് അത് തന്നെ ഇപ്പൊ ചെയ്യുകയാണ്. ആരാ ചെയ്യുന്നത്? കോൺഗ്രസ് അതിനെതിരെ പടപൊരുതി സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രണ്ട് കഷങ്ങളാക്കി മാറ്റി തന്റെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ്. ചടങ്ങിൽ മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ MK ശശിധരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P നാരായണൻ, മുൻ DCC പ്രസിഡന്റ് ഹക്കിംകുന്നിൽ, മാനവ സംസ്കൃതി സംസ്ഥാന ജനറൽ സെക്രട്ടറി M അസിനാർ, മടിയൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാഘവൻ കുളങ്ങര സ്വാഗതവും സുഗണൻ ഓരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.